നമുക്കിന്ന് ഇച്ചിരി ചീമപ്പുളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പറിച്ച് ഞാൻ കഴുകി ഇതുപോലൊക്കെ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അച്ചാറിടാം നമുക്കിന്ന്. അതിനാവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പിൽ വെച്ചു, ചൂടായി. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇവിടെ അച്ചാറൊന്നും ഇട്ടാൽ അധികം ഇരിക്കത്തില്ല, എളുപ്പം ഇതങ്ങ് തീരും. അതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് എടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാവേ. മഞ്ഞൾപ്പൊടി ഇട്ടു, പിരിയമുളക് പൊടി ഇട്ട് കൊടുക്കാവേ. ഇനി അച്ചാറ് പൊടി ഇട്ട് കൊടുക്കാവേ. ഇനി ഒന്ന് വേപ്പിച്ചെടുക്കാം. അപ്പോൾ പൊടികളെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരപ്പിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ അരപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് അരപ്പ് തിളച്ച് വന്നിട്ട് ചീമപ്പുളി ഇട്ട് കൊടുക്കാവേ. കാരണം ചീമപ്പുളിക്ക് വേവില്ലല്ലോ. അപ്പോൾ അരപ്പൊന്ന് തിളച്ച് വന്നിട്ട് പുളിയിട്ട് വാങ്ങാം. ഞാനിതിന് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല, കാരണം പുളിക്ക് പുളിയുള്ളതാണല്ലോ. അപ്പോൾ അതിന് നമുക്ക് വിനാഗിരി ഒഴിച്ച് എടുക്കേണ്ട കാര്യമില്ല. ഇതിന് ഒഴിക്കുന്നില്ല കേട്ടോ. അരപ്പിന് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചീമപ്പുളി ഇട്ട് കൊടുക്കാം. നമ്മുടെ പുളിയെല്ലാം വെന്ത് അരപ്പുമായിട്ടെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വാങ്ങാം. അപ്പോൾ എല്ലാവരും ഈ ചീമപ്പുളി അച്ചാറൊന്ന് ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.